Okay, friends, good morning. Okay, so myself Ranjit Shivhari, faculty for CMA Final Law. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് വളരെ ഒരു സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാളുകളായിട്ട് CMA ഫൈനൽ ലോനൊരു മാരത്തൺ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. ബട്ട് സംതിങ് ഈസ് ഡ്രാഗിങ് മീ ബിഹൈൻഡ്. സോ ദിസ് വീഡിയോ ഐ എം ഡെഡിക്കേറ്റിംഗ് ടു മൈ ഡിയർ CMA സ്റ്റുഡൻസ്. ഓക്കെ, എൻ്റെ ഇൻ്റർമീഡിയറ്റ് എൻ്റെ ക്ലാസ്സിലിരുന്ന സ്റ്റുഡൻസ്. ഓക്കെ, അവരാണ് കുറേ നാളുകളായിട്ട് സാറേ നമുക്കൊന്നുമില്ലേ, ഞാൻ ഇൻ്ററിൻ്റെ മാരത്തണൊക്കെ ചെയ്യുന്ന സമയത്ത്, ഓഡിറ്റിൻ്റെയും SMൻ്റെയും ലോവിൻ്റെയൊക്കെ മാരത്തൺ ചെയ്യുന്ന സമയത്ത് ഫൈനലിൽ നമുക്കൊന്നുമില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഈസ് ഫോർ യു ഗൈസ്, ദ ക്രെഡിറ്റ് ഹോൾലി ബിലോങ്സ് ടു യു. സോ നമ്മൾ പ്രിവെൻഷൻ ഓഫ് ഒപ്രഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വെച്ചിട്ടാണ് ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം എല്ലാ അറ്റംപ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ ഇതൊന്ന് ഷോർട്ടായിട്ടും ചോദിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ കുറച്ച് സെക്ഷൻസേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കോൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പ്രിവെൻഷൻ ഓഫ് ഒപ്രഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ്. സോ ബേസിക്കലി എൻ്റെ സ്റ്റുഡൻസിന്, ഞാൻ ലോ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന് അറിയാം ഞാൻ എങ്ങനെയാണ് ലോ പഠിപ്പിക്കുന്നതെന്ന്. ഡെഫിനറ്റ്ലി ഐ വിൽ ബി ഫസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ദ ലോജിക് ബിഹൈൻഡ് ദിസ് ചാപ്റ്റർ. ഐ എം നോട്ട് കൺസേണിങ് വെദർ ഇറ്റ്സ് എ മാരത്തോൺ ഓർ റെഗുലർ ക്ലാസ്, ബട്ട് ഡെഫിനറ്റ്ലി ആ ഒരു രീതിയിലൊരു പേസ് ഉണ്ടായിരിക്കും. ചില കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം ഭയങ്കര കുറവാണ്, എനിക്കും ടൈം കുറവാണ്, നിങ്ങൾക്കും ടൈം കുറവാണ്. കാരണം ജൂൺ എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ് എൻ്റെ മുൻപിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക ഒപ്രഷൻ എന്താണ്, മിസ്മാനേജ്മെൻറ്റ് എന്താണ് എന്നുള്ള പോയിന്റ് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുക. പെട്ടെന്ന് കവർ ചെയ്ത് പോകാം. സോ ബേസിക്കലി കമ്പനീസ് ആക്ടിൽ ഈ പറയുന്നത് പോലെ തന്നെ ഓപ്പറേഷൻ മിസ്മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വേർഡ് എന്ത് ചെയ്തിട്ടില്ല, എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ആക്ച്വലി ഇത് ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് വേഴ്സസ് ഹാർബോട്ടിൽ എന്ന് പറയുന്ന ഒരു കേസ് ലോ എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കാര്യം, ഈ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. 1843 പോവുകയാണ് നമ്മൾ. 1843 വിക്ടോറിയ പാർക്ക് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി. ഓക്കെ, അപ്പോൾ ഇവരുടെ ആക്ച്വലി ഈ പറയുന്നത് പോലെ തന്നെ 5 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. സോ ബേസിക്കലി ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ ഈ ഷെയർ ഹോൾഡേഴ്സിന് ഫണ്ട് വെച്ചിട്ട് 180 acres ഓഫ് ലാൻഡ് ലക്ഷറി സ്പോർട്സിന് വേണ്ടിയിട്ട് മേഡ് ചെയ്യുന്നു. ബട്ട് ഈ ഫണ്ട് എന്ത് ചെയ്യാണ്, ഈ പറയുന്നത് പോലെ ഹാർബോട്ടിൽ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഈ പറയുന്നത് ഡൈവേർട്ട് ചെയ്യണം. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഷെയർ ഹോൾഡർ എന്ത് ചെയ്തു, കേസ് കൊടുത്തു. അപ്പോൾ കേസ് കൊടുക്കുന്ന സമയത്ത് കോർട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെ കമ്പനിയുടെ ഫണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡൈവേർട്ട് ചെയ്തിട്ടുള്ളത്. കമ്പനി വേറെ അല്ലേ, ഈ പറയുന്നത് പോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് വേറെ, ആ രീതിയിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നോ അതർ പേഴ്സൺ ക്യാൻ ഫയൽ എ സ്യൂട്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കിയേ, കമ്പനിക്ക് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. കമ്പനി ഈസ് ആൻഡ് വാട്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു കേസ് ഉണ്ട്, അത് ഒരു റൂള്, കോർട്ട് പറഞ്ഞ റൂളാണ് മെജോറിറ്റി റൂൾ. ദാറ്റ് ഈസ് മൈനോറിറ്റി വിൽ ബി ഫോളോയിങ് ദാറ്റ് റൂൾ എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞു. അപ്പോൾ സാർ എന്തൊരു കോൺട്രാഡിക്ഷൻ ആയിട്ടുള്ള, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ മെജോറിറ്റി ഒരു കാര്യം പറയുന്നത് മൈനോറിറ്റി എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു അല്ലേ. അപ്പോൾ മൈനോറിറ്റീനെ ഈ പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ വിൽ ബി സർട്ടൻ എക്സെപ്ഷൻസ് ടു ഫോഴ്സ് വേഴ്സസ് ഹാർബോട്ടിൽ. ചില എക്സെപ്ഷൻസ് ഈ പറയുന്നത് പോലെ തന്നെ ഫോഴ്സ് വേഴ്സസ് ഹാർബോട്ടിലിൻ്റെ കേസിനകത്ത് ഉണ്ട്. സോ അതാണ് കൂടുതലായിട്ടും ഈ പറയുന്ന ഒപ്രസീവ് ആയിട്ടുള്ള ആക്ട്, അല്ലെങ്കിൽ കമ്പനി പറയുന്നത് മിസ്മാനേജ് ചെയ്യുന്ന സമയത്ത് മൈനോറിറ്റിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, മൈനോറിറ്റിയുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ദാറ്റ്സ് എ ക്രക്സ് ഓഫ് ദ സ്റ്റോറി. സോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. കണ്ടക്ട് വിച്ച് ഈസ് ഹാർഷ്ഫുൾ ആൻഡ് റോങ്ഫുൾ, കമ്പനീസ് ആക്ട് പ്രകാരമുള്ളതല്ല. പക്ഷേ നമുക്കറിയാം ലോ എന്ന് പറയുന്ന പല രീതിയിലുള്ള സോഴ്സസ് ഉണ്ട് അല്ലേ. അതായത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സർട്ടൻ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്, കോർട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുവഴി ആണ് ചില സിറ്റുവേഷൻസിനകത്ത് എന്ത് ചെയ്യുക, ചില വേർഡ്സിൻ്റെ മീനിങ് കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യാം. സോ കണ്ടക്ട് വിച്ച് ഈസ് ഹാർഷ്ഫുൾ ആൻഡ് റോങ്ഫുൾ വിച്ച് ഇൻവോൾവ്സ് ലാക്ക് ഓഫ് ഫെയർ ഡീലിംഗ് ആൻഡ് വയലേറ്റ്സ് ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻസ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതായത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദേ വിൽ ബി ഹാവിംഗ് സർട്ടൻ എക്സ്പെക്ടേഷൻ ദാറ്റ് ദ company, the agents of the company, the board of directors will do conduct, okay, in the interest of the company and not based upon their personal interest എന്നുള്ള രീതിയിലുള്ള എന്തുണ്ടായിരിക്കും, ചില തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിനെ വയലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഫണ്ട് ഡൈവേർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് നമുക്കൊരു ഒപ്രസീവ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഡിവിഡൻറ്റ് കൊടുക്കാതിരിക്കുക, ഡിവിഡൻറ്റ് ഈ പറയുന്നത് വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ സ്മോൾ ഷെയർ ഹോൾഡർ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം അല്ലേ. അതായത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ തന്നെ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലേ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്ന ആളാണ്, അയാളെ അൺനെസസറി ആയിട്ട് റിമൂവ് ചെയ്യുക. അതൊക്കെ ആക്ച്വലി ഒപ്രസീവ് ആയിട്ടുള്ള ആക്ടിനകത്ത് വരുന്ന
വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, വാട്ട് ഇസ് മിസ്മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ മിസ്മാനേജ്മെന്റ് റെഫേഴ്സ് ടു കണ്ടക്ട് ഓഫ് അഫയേഴ്സ് ഇൻ എ മാനർ പ്രജുഡീഷ്യൽ മീൻസ് ഹാർംഫുൾ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനിയുടെ ഇൻട്രസ്റ്റിന് ഹാർംഫുൾ ആയിട്ട്. ലൈക്ക് വിജയ് മല്യ ആക്ച്വലി കിങ്ഫിഷറിന് അത്രയും വലിയ രീതിയിലുള്ള ലോസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാൾ വീണ്ടും എംപ്ലോയീസിനൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത്. അയാൾ വളരെ വലിയ രീതിയിൽ അത്രയും ഈ പറയുന്നത് പോലെ തന്നെ കോസ്റ്റ് കൺട്രോളോ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നത് കമ്പനിയുടെ ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്യുക, ഹാർംഫുൾ ആയിട്ട് ബാധിക്കുക ടു ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. ഓക്കെ, ആൻഡ് ഓൾസോ പബ്ലിക് ഇൻട്രസ്റ്റിനെ അഗെയിൻസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നത് ഇസ് മിസ്മാനേജ്മെന്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ആർക്കാണ് സാറേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ള കാര്യം ചോദിക്കും. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് 241 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, അപ്ലിക്കേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നത്. പക്ഷേ 241 പഠിക്കണമെന്നുണ്ടെങ്കിൽ എലിജിബിലിറ്റി ആദ്യമായിട്ട് മനസ്സിലാക്കണം. ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കണം. സോ യുവർ അറ്റൻഷൻ ഷുഡ് ബി 100% ഹിയർ. അതർവൈസ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം ഞാൻ ഭയങ്കര അത്യാവശ്യം അടിപൊളി പേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഈ ഒരു കാര്യം തീർക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഞാനൊരു ട്രഡീഷണൽ ആയിട്ട് ഒരു മാരത്തൺ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ട്രഡീഷണൽ ആയിട്ട് മാരത്തൺ എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആൻസർ വായിക്കുന്നു, ജസ്റ്റ് മുന്നോട്ട് പോകുന്നു. സോ ദാറ്റ് വിൽ നോട്ട് വർക്ക്. ഞാൻ കറക്റ്റായിട്ട് കോൺസെപ്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ഈ പറയുന്നത് പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. റൈറ്റ് ടു അപ്ലൈ ടു ട്രിബ്യൂണൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ദ ഫോളോയിങ് മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി ഷോൾ ഹാവ് ദ റൈറ്റ് ടു അപ്ലൈ അണ്ടർ സെക്ഷൻ 241 നെയിംലി എലിജിബിലിറ്റി. ഓക്കെ, അപ്പോൾ പറയുന്നുണ്ട് അതായത് എന്താണെന്ന് വെച്ചാൽ മൈനോറിറ്റി അല്ലേ, അതായത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ മെജോറിറ്റി എടുത്ത തീരുമാനങ്ങൾക്കെതിരെ മൈനോറിറ്റി പറയുകയാണ് ഞങ്ങളുടെ ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രജുഡീഷ്യലായിട്ട് ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫോർ കമ്പനീസ് വിത്ത് ഷെയർ ക്യാപിറ്റൽ അറ്റ്ലീസ്റ്റ് 100 members or 1/10 of the total members whichever is lower എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത് പോലെ തന്നെ സംസാരിക്കുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 800 മെമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. 800 മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1/10 എത്രയാവും, 1/10 എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ 80 മെമ്പേഴ്സ് ആവും. അപ്പോൾ 80 മെമ്പേഴ്സ് ഈ പറയുന്നത് പോലെ തന്നെ എടുക്കുക. അതല്ല 1200 മെമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. 1200 × 1/10 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 120 ആയിരിക്കും. ഇപ്പോൾ ഈ പറയുന്നതിൽ എത്ര എടുക്കേണ്ടത്, 100 എടുക്കുക. അറ്റ്ലീസ്റ്റ് 100 മെമ്പേഴ്സ് ഓർ 1/10 ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ് വിച്ച് ആർ ലോവർ. അല്ലെങ്കിൽ അതാണ് ഇനി മെമ്പേഴ്സ് ഹോൾഡിംഗ് അറ്റ്ലീസ്റ്റ് 10% ഓഫ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. ഇത് വാല്യൂയിലാണ് നമ്മൾ നോക്കേണ്ടത്. മനസ്സിലാവുന്നുള്ളൂ. 10% ഓഫ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റലാണ് നോക്കേണ്ടത്. മനസ്സിലാക്കുക, കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റലാണ് നിങ്ങളെ ക്വസ്റ്റിനകത്ത് തെറ്റിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഈ പറയുന്നത് പോലെ തന്നെ വേറെ പീഡപ്പിക്കും കാര്യങ്ങളൊക്കെ തരും. മനസ്സിലാവുന്നുള്ളൂ. ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റലാണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇതിനൊക്കെ പിൻപിൽ ലോജിക് ഉണ്ട്. പക്ഷേ ഈ സമയത്ത് അതൊന്നും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു മൊമെൻ്റ് അല്ല. സോ അതുകൊണ്ട് അതിലോട്ടൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. മനസ്സിലാക്കുക, ഈ പറയുന്നത് കമ്പനീസ് വിത്തൗട്ട് ഷെയർ ക്യാപിറ്റൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ എന്താണ്, അറ്റ്ലീസ്റ്റ് 1/5 ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ്. ഈ ഒരു പ്രൊവിഷൻ ഉണ്ടാവില്ല. ഇതിന് പകരം ഈ 1/10 ഉള്ള ഏരിയയിലൊക്കെ എന്തായിട്ട് മാറും, 1/5 ആയിട്ട് മാറും. 1/5 ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ്. ഓക്കെ, മറ്റേ സിറസ് മിസ്ട്രി വേഴ്സസ് ടാറ്റ സൺസ് എന്ന് പറയുന്ന ആക്ച്വലി ഒരു കേസ് ലോ ഉണ്ടായിരുന്നു. 2017 കേസ് ലോട്ടിലോട്ട് ഞാൻ പോകുന്നില്ല. ബട്ട് ആ കേസ് ലോ പ്രകാരം അല്ലെങ്കിൽ ആ കേസ് ലോയിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ ലിമിറ്റിലുള്ള ആൾക്കാർ അത്രയും ആൾക്കാർ എന്ത് ചെയ്യാനായിട്ടില്ല, ഈ പറയുന്നത് പോലെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ടില്ല. ഓക്കെ, വിച്ച് മീൻസ് ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ 1/5 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ ഓക്കെ, അതായത് എന്താണെന്ന് വെച്ചാൽ 1/10 ഓഫ് ദി ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ ഫോർ എക്സാമ്പിൾ 8% ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ എന്നാലും ട്രിബ്യൂണലിൽ തോന്നുകയാണ് ദിസ് ഈസ് വാലിഡ്, ദിസ് ഈസ് ജെന്യുവിൻ കൺസേൺ എന്ന് ട്രിബ്യൂണലിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ട്രിബ്യൂണൽ ക്യാൻ വേവ് ഓഫ് ഓൾ ഓഫ് ദീസ് റിക്വയർമെൻറ്റ്സ്. ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, വേവ് ചെയ്യാൻ പറ്റും. എന്നൊക്കെ കേസ് സ്റ്റഡീസ് നോക്കാൻ ചാൻസ് ഉണ്ട്. അതായത് വേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കുക, കുറച്ച് മെമ്പേഴ്സ് ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന രീതിയിൽ ട്രിബ്യൂണലിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേ വിത്ഡ്രോൺ ദെയർ അപ്ലിക്കേഷൻ. എന്തായിരിക്കും പോസിബിൾ റീസൺ? ചിലപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ കാരണമായിരിക്കും അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ അപ്ലിക്കേഷൻ വിത്ഡ്രോ ചെയ്തു. പക്ഷേ വൺസ് അപ്ലൈ ചെയ്തതിന് ശേഷം വിത്ഡ്രോ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കുക, അപ്ലൈ ചെയ്യുന്നത് വിത്ഡ്രോ ചെയ്യുന്നിട്ട് ആ വിത്ഡ്രോ ചെയ്ത നമ്പർ അല്ല നോക്കുക, എത്ര പേര് അപ്ലൈ ചെയ്തു എന്നുള്ള കാര്യമാണ് കറക്റ്റായിട്ട് നോക്കുക. If multiple members are eligible or entitled to make an application, any one or more members can apply with written consent from others. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ രഞ്ജിത്ത് സാറിൻ്റെ എൻ്റെ ക്ലാസ് ഓക്കെ, ഈ പറയുന്നത് പോലെ തന്നെ സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിൽ ഒരു 60 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 60 സ്റ്റുഡൻസിനും ഈ പറയുന്നത് പോലെ തന്നെ ഒരു 30 സ്റ്റുഡൻസിന് മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. ചുമ്മാ വിചാരിക്കുക അല്ലേ, നമ്മുടെ ക്ലാസ് ആകുമ്പോൾ മനസ്സിലാവും. പക്ഷേ 30 സ്റ്റുഡൻസിന് ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്തില്ല, മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. മനസ്സിലാവാത്ത സിറ്റുവേഷൻസിനകത്ത് 30 സ്റ്റുഡൻസും ഓഫീസിൽ പോയിട്ട് രഞ്ജിത്ത് സാറിൻ്റെ ക്ലാസ് മനസ്സിലായില്ല അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ആക്ച്വലി ഈ പറയുന്ന സ്റ്റുഡൻസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് സംസാരിച്ചത്. മൾട്ടിപ്പിൾ മെമ്പേഴ്സ് ആർ എലിജിബിൾ ഓർ എൻറ്റൈറ്റിൽഡ് ടു മേക്ക് ആൻ അപ്ലിക്കേഷൻ.
application. Any one or more members can apply with written consent from others. Okay, ശ്രദ്ധിക്കുക. ഇനി application by central government tribunal for relief. ഓക്കെ, സെക്ഷൻ 241. ഓക്കെ, അവിടെ രണ്ട് പോയിന്റ് സംസാരിക്കുന്നുണ്ട്. മെമ്പറിന് എപ്പോൾ ട്രിബ്യൂണലിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. കമ്പനീസ് അഫയേഴ്സ് ആർ കണ്ടക്റ്റഡ് പ്രിജുഡീഷ്യലി ടു ദ പബ്ലിക് ഇൻട്രസ്റ്റ് ദ കമ്പനി ഓർ ഇറ്റ്സ് മെമ്പേഴ്സ്. ഓക്കെ, അവിടെ സംഭവിക്കുന്ന രണ്ട് പോയിന്റ്. ഇപ്പോൾ ബൈജു രവീന്ദ്രൻ്റെ കേസിനകത്ത് ബൈജൂസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഒരു EGM ഒക്കെ വിളിച്ചിട്ടുണ്ടൊക്കെ ഉണ്ടായിരുന്നു. ബൈജൂസിൻ്റെ കേസിനകത്ത് അവരുടെ റവന്യൂ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരുന്നു. റവന്യൂ റെക്കഗ്നീഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ തന്നെ എന്താ പറയുക, കൺസർവേറ്റീവ്സും കോൺസെപ്റ്റും കാര്യങ്ങളൊന്നും അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റിനെ ബാധിക്കുന്ന രീതിയിലാണ് കമ്പനീസിൻ്റെ അഫയേഴ്സ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മെമ്പർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രിബ്യൂണലിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നു, ഒരു ചേഞ്ച് സംഭവിക്കുന്നു. അത് എന്ത് ചെയ്യുന്നു, ഹാസ് ഒക്കെ ലീഡിങ് ടു പോസിബിൾ പ്രിജുഡീഷ്യൽ ആയിട്ടുള്ള ഇമ്പാക്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെമ്പർക്ക് ട്രിബ്യൂണലിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഈ സിറ്റുവേഷൻസിലാണ് നമുക്ക് മനസ്സിൽ സത്യം സ്കാമിൻ്റെ കേസൊക്കെ സംസാരിക്കാം. അപ്പം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ മാനേജ്മെൻറ്റ് കേസിനകത്ത് കഫേ കോഫി ഡേ എന്ന് പറയുന്ന കമ്പനിയുടെ ഇതൊക്കെ നമ്മൾ റെഗുലർ ക്ലാസ്സിനകത്ത് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കേസ് സ്റ്റഡീസാണ്. മാനേജ്മെൻറ്റ് കേസിനകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഓണർഷിപ്പ്, മാനേജ്മെൻറ്റ് ആർ ദ ഏജൻസ് ഓഫ് ദി കമ്പനി, റൈറ്റ്. ഇപ്പോൾ ഈ ഏജൻസ് നന്നായിട്ട് വർക്ക് ചെയ്തില്ല അല്ലെങ്കിൽ ഏജൻസിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അത് കമ്പനിയെ എന്ത് ചെയ്യും, പ്രിജുഡീഷ്യലായിട്ട് ബാധിക്കുക. ആ സിറ്റുവേഷൻസിനകത്ത് മെമ്പർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. സെൻട്രൽ ഗവൺമെൻറ് ട്രിബ്യൂണൽ എപ്പോഴും അപ്ലൈ ചെയ്യുക. കമ്പനീസ് ആർ അഫയേഴ്സ് ആർ അഗെയിൻസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്. ഇതിൻ്റെ മെയിൻ എക്സാമ്പിളാണ് പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയുന്ന ജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റ്. പ്രിഡേറ്ററി പ്രൈസിംഗ് മീൻസ് എന്താണെന്ന് വെച്ചാൽ, അതായത് എന്താണെന്ന് വെച്ചാൽ മറ്റൊരു ടീമിനെ തകർക്കുക, അതായത് വോഡാഫോൺ ഐഡിയ പോലെയുള്ള ടെലികോം കമ്പനീസിനെ തകർക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൈസിംഗ് ആണ് ജിയോ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഈ ജിയോ കൊണ്ടുവന്ന സിറ്റുവേഷൻസിനകത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള നമ്മുടെ ഇൻഡസ്ട്രിയിലെ തന്നെ ഇത് തകരുകയാണ്, കമ്പനീസ് തകരുകയാണ്. കോമ്പറ്റീഷൻ ആക്ടിലൊക്കെ നമ്മൾ പഠിക്കും, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കും. അപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് ചെയ്താൽ സെൻട്രൽ ഗവൺമെൻറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ പറയുന്നത് പോലെ തന്നെ ട്രിബ്യൂണൽക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ എന്താ സാർ അപ്ലൈ ചെയ്യാതിരുന്നത്? ഓക്കെ, യു തിങ്ക് ആരാണ് അപ്പോൾ അധികാരത്തിൽ നിന്നൊക്കെ ആലോചിക്കുക. ഓക്കെ, ഓൾ അപ്ലിക്കേഷൻസ് ബൈ സെൻട്രൽ ഗവൺമെൻറ് മസ്റ്റ് ബി മെയ്ഡ് ബിഫോർ ദ പ്രിൻസിപ്പൽ ബെഞ്ച് ഓഫ് ദി ട്രിബ്യൂണൽ ജസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ റെഫർ കേസസ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ് ട്രിബ്യൂണൽ ഇൻ ദി സിറ്റുവേഷൻ. ഇതൊക്കെ സിറ്റുവേഷൻസിനകത്താണ്. ഫ്രോഡ്, നെഗ്ലിജൻസ് ഓർ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ബൈ മാനേജ്മെൻറ്റ്, അതായത് ആനുവൽ റിട്ടേൺ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അല്ലേ 30 days ഓഫ് AGM കറക്റ്റായിട്ട് ROCയുടെ അടുത്ത് ഫയൽ ചെയ്യണം. പക്ഷേ ഫയൽ ചെയ്യുന്നില്ല, ബ്രീച്ച് ഓഫ് ഡ്യൂട്ടിയാണ്. ഫ്രോഡ് സംഭവിച്ചു, നെഗ്ലിജൻസ് സംഭവിച്ചു, അല്ലേ, ഇഗ്നോറൻസ് സംഭവിച്ചു. ആ സിറ്റുവേഷൻ ബിസിനസ് നോട്ട് കണ്ടക്റ്റഡ് വിത്ത് സൗണ്ട് പ്രിൻസിപ്പിൾസ് ഓർ പ്രൂഡൻറ്റ് പ്രാക്ടീസസ്. അപ്പോളോ ടയേഴ്സ്, MRF, പിന്നെ അതേപോലെയുള്ള ചില ടയേഴ്സ് എല്ലാവരും കൂടെ ഒരു കാർട്ടൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ ഫിക്സ് ചെയ്ത് നമ്മളൊരു പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം. നമുക്ക് ഈ പറയുന്നത് പോലത്തെ മാർക്കറ്റ് മൊത്തം നമ്മുടെ അണ്ടറിലാക്കാം. ഇറ്റ്സ് ലൈക്ക് ആൻ ഒളിഗോപോളി മാർക്കറ്റ്. സൗണ്ട് പ്രിൻസിപ്പിൾസ് പ്രകാരമുള്ള ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ആ സിറ്റുവേഷൻസ് സെൻട്രൽ ഗവൺമെൻറ്റിന് ആർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും, ട്രിബ്യൂണലിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. മാനേജ്മെൻറ്റ് ആക്ഷൻസ് ഹാമിംഗ് ട്രേഡ് ഓർ ഇൻഡസ്ട്രി ഇൻട്രസ്റ്റ്, ഇതാണ് ഞാൻ പറഞ്ഞ പ്രിഡേറ്ററി പ്രൈസിംഗ് പറഞ്ഞ. ഫ്രോഡുലന്റ് ഇന്റന്റ് ടു ചീറ്റ് ക്രെഡിറ്റേഴ്സ്, മെമ്പേഴ്സ് ഓർ അൺലോഫുൾ ഇന്റന്റ് ഓർ പർപ്പസസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഫ്രീഡം 250 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഫോണൊക്കെ ഇറങ്ങിയിരുന്നു. 250 രൂപ കൊടുത്താൽ നമുക്ക് മൊബൈൽ ഫോൺ കിട്ടും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഫോണൊക്കെ ഇറങ്ങിയിരുന്നു. ആക്ച്വലി ദിസ് ആർ ലൈക്ക് വാനിഷിംഗ് കമ്പനീസ്. കുറേ ഫണ്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഈ പറയുന്നത് എടുത്തിട്ട് അത് വാനിഷായി പോവുകയാണ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഫോർഡ് ഫോർ ചീറ്റിംഗ് ആരെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ക്രെഡിറ്റേഴ്സ്, മെമ്പേഴ്സ്, അതിന് വേണ്ടിയിട്ടാണ്. സോ അറ്റ് ദാറ്റ് ടൈം ഓൾസോ സെൻട്രൽ ഗവൺമെൻറ് വിൽ ആക്ച്വലി ലൈക്ക് എന്താ പറയുക, ട്രിബ്യൂണലിനെ അപ്രോച്ച് ചെയ്യും. ഓക്കെ, സോ പവേഴ്സ് ഓഫ് ട്രിബ്യൂണൽ സെക്ഷൻ നമ്പർ 242. ദിസ് യു ഹാവ് ടു സ്റ്റഡി. നമുക്കിത് നമ്മുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടർ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ഓഫ് ഡയറക്ടറായിട്ട് നമുക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഡയറക്ടറായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ അവിടെ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നേ, ട്രിബ്യൂണൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന 242 അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടറിനെ നമുക്ക് ട്രിബ്യൂണലിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, റിമൂവ് ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷൻസിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 242 എപ്പോഴാണ് ട്രിബ്യൂണൽ ഈ പറയുന്നത് പോലെ തന്നെ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, കമ്പനിയുടെ അഫയേഴ്സ് ഓൾറെഡി ഉള്ള ഡയറക്ടേഴ്സൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സേ ഫോർ എക്സാമ്പിൾ രാമലിംഗം രാജുവിൻ്റെ കേസിനകത്ത്, സത്യം സ്കാമിൻ്റെ കേസിനകത്ത് രാമലിംഗം രാജു അഫയേഴ്സ് ഒക്കെ ഭയങ്കര മോശമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് പോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് ചില സിറ്റുവേഷൻസിനകത്ത് സ്റ്റേറ്റിൻ്റെ കേസിനകത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്റ്റേറ്റിലത്തെ ആൾക്കാരൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ഭരണം ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും. അതേപോലെ ട്രിബ്യൂണൽ ക്യാൻ അപ്പോയിന്റ് ഡയറക്ടേഴ്സ് ടു റിപ്പോർട്ട് ടു ദ ട്രിബ്യൂണൽ ഓൺ ദ കമ്പനീസ് അഫയേഴ്സ്. ട്രിബ്യൂണലിൻ്റെ ആൾക്കാർ ഡയറക്ടേഴ്സ് ആയിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ അപ്പോയിന്റ് ചെയ്യും കമ്പനിയുടെ അഫയേഴ്സിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സിറ്റുവേഷൻസ് വേർ ട്രിബ്യൂണൽ ക്യാൻ ടേക്ക് ഇഫ് ദ കമ്പനീസ് അഫയേഴ്സ് ആർ കണ്ടക്റ്റഡ് ഒപ്പർസീവ്ലി ഓർ പ്രെജുഡീഷ്യലി ടു ദ മെമ്പേഴ്സ്, ദി കമ്പനി ഓർ പബ്ലിക് ഇൻട്രസ്റ്റ്. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്, ഒപ്രസീവാണ്, ഡിവിഡൻഡ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ സ്മോൾ ഷെയർ ഹോൾഡർ ഡയറക്ടറിനെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഓക്കെ, പബ്ലിക് ഇൻട്രസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഗണ്ണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്നു. ഇഫ് ദ സിറ്റുവേഷൻ ജസ്റ്റിഫൈസ് വൈൻഡിങ് അപ്പ് ബട്ട് ഡൂയിങ് സോ വുഡ് ബി അൺഫെയർ ടു മെമ്പേഴ്സ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക.
ട്രിബ്യൂണലിന് ഒറ്റയടിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ വൈൻഡപ്പ് ചെയ്യുന്നത് ആക്ച്വലി എക്കണോമിയിൽ തന്നെ ഭയങ്കര വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ്, സത്യത്തിൻ്റെ കേസിനൊക്കെ സംഭവിച്ച് ഭയങ്കര എക്കണോമി തന്നെ എന്താവും, ക്രാഷ് ആവും. ഷെയർ ഹോൾഡേഴ്സിന് വളരെ വലിയ രീതിയിലുള്ള എന്തുണ്ടാവും, ഈ പറയുന്നത് പോലെ തന്നെ അൺഫെയർ ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിനെയും ബാധിക്കും. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്താണെന്നുണ്ടെങ്കിൽ ട്രിബ്യൂണൽ വിചാരിക്കാൻ നമുക്ക് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഈ പറയുന്നത് പോലെ തന്നെ വിചാരിക്കും. Powers of tribunal, section 242, orders that tribunal can pass, regulate the company's affairs for the future. നമ്മുടെ അഫെയർ ഈ പറയുന്നത് പോലെ തന്നെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, അഫെയേഴ്സ് റെഗുലേറ്റ് ചെയ്യുക. പർച്ചേസ് ഓഫ് ഷെയർസ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. ഓക്കെ, അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കുക, ഓൾറെഡി ഉള്ള മെമ്പേഴ്സിനൊക്കെ എന്ത് കൊടുക്കുക, ഒരു എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കുക, അവർക്ക് അവരുടെ പർച്ചേസ് ഷെയർ ആര് പർച്ചേസ് ചെയ്യുക, ട്രിബ്യൂണൽ പർച്ചേസ് ചെയ്യുക. അപ്രൂവിങ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ ദ ഷെയർ ബൈ ബാക്ക്. ഓക്കെ, ഈ പറയുന്നത് പോലെ തന്നെ ഷെയർ പർച്ചേസ് ചെയ്തതിന് ശേഷം ഷെയർ ക്യാപിറ്റൽ ഈ പറയുന്നത് റിഡ്യൂസ് ചെയ്യും. അപ്പോൾ ട്രിബ്യൂണലിൽ എന്ത് ചെയ്യണം, സമ്മതം കൊടുക്കണം, ആ സമ്മതം കൊടുക്കുക. റെസ്ട്രിക്റ്റിംഗ് ഷെയർ ട്രാൻസ്ഫേഴ്സ് ഓർ അലോട്ട്മെൻറ്റ്സ്. ഓക്കെ, പുതുതായിട്ട് ഷെയർ ഈ പറയുന്നത് പോലെ തന്നെ അലോട്ട് ചെയ്യാം, മറ്റൊരാളുടെ പെടലിക്ക് ഷെയർ വിൽക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്യുക. മോഡിഫൈങ് ഓർ ക്യാൻസലിംഗ് എഗ്രിമെൻറ്റ്സ് വിത്ത് ഡയറക്ടേഴ്സ്, മാനേജേഴ്സ് ഓർ അതേഴ്സ്. ചിലപ്പോൾ കീ മാനേജറിൽ പേഴ്സണലിലേക്ക് വളരെ വലിയ രീതിയിലുള്ള സാലറിക്കൊക്കെ റെമ്യൂണറേഷനൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. അത് എന്താ ഈ പറയുന്നത് പോലെ ഇത്രയും പരിപാടി ചെയ്തിട്ട് ആൻഡ് ഓൾസോ കമ്പനി ഈസ് ഗോയിങ് ത്രൂ ദാറ്റ് മച്ച് എ ടഫ് സിറ്റുവേഷൻ. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് അങ്ങനത്തെ ഉള്ള രീതിയിൽ അഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക, അതായത് ഈ പറയുന്നത് പോലെ തന്നെ റെമ്യൂണറേഷനും കാര്യങ്ങളും കുറയ്ക്കുക. ക്യാൻസലിംഗ് അഗ്രിമെൻറ്റ്സ് ആഫ്റ്റർ ഡ്യൂ നോട്ടീസ് ടു ദ കൺസേൺ പാർട്ടീസ്. റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കണം, അല്ലെ, അതിനുശേഷം ക്യാൻസൽ ചെയ്യുക. റിവേഴ്സിംഗ് ദി ട്രാൻസാക്ഷൻ ട്രാൻസ്ഫേഴ്സ് പേയ്മെൻറ്റ്സ് പ്രോപ്പർട്ടി ഡീലിംഗ്സ് മെയ്ഡ് വിത്തിൻ 3 കമ്പനീസ് ഡീംഡ് ഫ്രോഡുലന്റ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, കമ്പനി മുങ്ങാന്ന് വിചാരിക്കുമ്പോൾ, ഒരു ഷിപ്പ് അങ്ങ് മുങ്ങാന്ന് വിചാരിക്കുമ്പോൾ അന്ന് ചാടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആര് നോക്കും, ഡയറക്ടേഴ്സ് നോക്കും. അപ്പോൾ അവർ എന്ത് ചെയ്യും, മാക്സിമം ഈ പറയുന്ന കമ്പനിയുടെ ഈ പറയുന്നത് പോലെ തന്നെ അസറ്റ്സ്, കമ്പനിയുടെ മറ്റ് പ്രോപ്പർട്ടീസ്, ഇതൊക്കെ എന്ത് ചെയ്യും, അവർ ഈ പറയുന്നത് പോലെ തന്നെ സെല്ല് ചെയ്യും. അപ്പോൾ ആ സെല്ല് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, അതായത് അത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ തന്നെ ഫ്രോഡുലൻ്റ് ആയിട്ട് ചെയ്ത കാര്യങ്ങളാണ്, അതിനെയൊക്കെ എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക എന്നുള്ള പോയിൻ്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ക്ലാരിറ്റി ഉണ്ട് എന്ന് എന്ത് ചെയ്യുന്നു, ക്ലാരിറ്റി ഉണ്ട് എന്ന് പ്രതീക്ഷിക്കും. നമ്മൾ വേഗം പോവുകയാണ്. ഓക്കെ, വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. റിമൂവിങ് MD, ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, കാരണം അവരാണ് ഏജൻറ്റ്സ്, ദേ ആർ കണ്ടക്ടിങ് ദ അഫെയേഴ്സ്. അവരുടെ ആക്ച്വലി അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അഫെയേഴ്സ് കറക്റ്റായിട്ട് കണ്ടക്ട് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ അവർ ഭയങ്കര മോശമായിട്ടാണ് അഫെയേഴ്സ് എന്ത് ചെയ്ത് കണ്ടക്ട് ചെയ്തത്. സോ അവരെ റിമൂവ് ചെയ്യാം. റിക്കവറിങ് അൺഡ്യൂ ഗെയിൻസ് ഫ്രം മാനേജറിയൽ പേഴ്സൺസ്. ഓക്കെ, അൺഡ്യൂ ഗെയിൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മാനേജറിയൽ പേഴ്സൺസ് നിന്ന് റിക്കവർ ചെയ്യുക. ഓക്കെ, അതായത് എന്താണെന്ന് വെച്ചാൽ അവർ അൺനെസസറി ആയിട്ട്, ഓക്കെ, അതായത് എന്താണെന്ന് വെച്ചാൽ ചില പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഇല്ലേ, ചില അൺനെസസറി ആയിട്ട് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ അവരുടെ ആൾക്കാർക്ക് കൊടുക്കില്ലേ. അപ്പോൾ അത് ആക്ച്വലി കമ്പനിയുടെ പൈസയല്ലേ, ആരുടെ പൈസയാണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസയല്ലേ. ഈ കമ്പനി ലിക്വിഡേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിലും ഈ പൈസ കമ്പനി ശരിക്കും വേണ്ടേ, അപ്പോൾ അവർ അത് റിക്കവർ ചെയ്യുക. ഇമ്പോസിങ് പെനാൽറ്റി ഓർ കോസ്റ്റ്, ഇഷ്യൂയിങ് ടെമ്പററി ഇൻ്ററിം ഓർഡേഴ്സ്, അതായത് യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്നുള്ള രീതിയിൽ ഭയങ്കര പെട്ടെന്ന് ആ കമ്പനിക്ക് സംഭവിച്ചുള്ള കാര്യങ്ങൾ കമ്പനിയെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻ്ററിമായിട്ടുള്ള ഓർഡേഴ്സൊക്കെ ഓർഡർ ചെയ്യുക. ഇനി അതർ ഓർഡർ ദാറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ, നീതിപൂർവ്വമുള്ള മറ്റെന്തെങ്കിലും ഓർഡർ കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യാം. കംപ്ലൈൻസ് വിത്ത് ട്രിബ്യൂണൽ ഓർഡേഴ്സ്. എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദി ഓർഡർ മസ്റ്റ് ബി ഫയൽഡ് വിത്ത് ROC വിത്തിൻ 30 days. ROCനെ അറിയിക്കണം. ദി കമ്പനി കനോട്ട് ഓൾട്ടർ ഇറ്റ്സ് MOA ഓർ AOA അഗൈൻസ്റ്റ് ട്രിബ്യൂണൽസ് ഡിസിഷൻ. ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ട്രിബ്യൂണലാണ് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും. ടെർമിനേഷൻ ഓർ മോഡിഫിക്കേഷൻ ഓഫ് എഗ്രിമെൻറ്റ്സ്, സെക്ഷൻ 243. എന്താണ് ഈ പറയുന്ന ആൾക്കാരുടെ പൊസിഷൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഡയറക്ടേഴ്സ് ആയിട്ടുള്ള അഗ്രിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു. ഓക്കെ, ഇഫ് ട്രിബ്യൂണൽ മോഡിഫൈസ് ഓർ ടെർമിനേറ്റ്സ് ആൻ അഗ്രിമെൻറ്റ് അണ്ടർ സെക്ഷൻ 242, നോ ക്ലെയിംസ് ഫോർ ഡാമേജസ് ഓർ കോമ്പൻസേഷൻ അലൗഡ്. ഓക്കെ, ലോസ് ഓഫ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മുൻപ്. നമ്മൾ ഈ ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് എത്ര ടേം അയാൾക്ക് ബാക്കിയുണ്ട് അത്രയും ടേമിന് അയാൾക്ക് കോമ്പൻസേഷന് വേണ്ടിയിട്ടുള്ള അർഹതയുണ്ടെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അയാൾക്ക് അതൊന്നും ഇവിടെ കിട്ടില്ല. MD, ഡയറക്ടർ ഓർ മാനേജർ കനോട്ട് ഹോൾഡ് ഓഫീസ് for 5 years unless the tribunal approves. നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് ലീവ് സാങ്ഷൻ ചെയ്യാന്നാണ് പറയുക. ലീവ് എന്ന് പറയുന്നത് വെച്ചാൽ പെർമിഷൻ. ആ ട്രിബ്യൂണലിന് പെർമിഷൻ കിട്ടുന്നത് വരെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു ഓഫീസോ കാര്യങ്ങളൊന്നും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ട്രിബ്യൂണൽ അപ്രൂവൽ റിക്വയർസ് സെൻട്രൽ ഗവൺമെൻറ് നോട്ടീസ് ആൻഡ് ഹിയറിംഗ് ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ്. ഓക്കെ, ഈ പറയുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് നോട്ടീസ്, പിന്നെ അതുപോലെ തന്നെ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. എ പേഴ്സൺ ഡിക്ലെയർഡ് അൺഫിറ്റ് അണ്ടർ സെക്ഷൻ 242(4)(a) cannot hold a management role for 5 years. Anyone violating this provision, including directors knowingly involved, fine up to ₹5 lakhs. Okay, we are moving on towards class action suit. നേരത്തെ പറഞ്ഞൊരു കാര്യമായിരുന്നു. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. വീരമണി ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന
ഒരു പട്ടാമ്പി, അതായത് ഗുരുവായൂരൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊരു പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു വീരമണി ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് മാത്രമല്ല, പണ്ടൊരു ചിട്ടി കമ്പനി കൂടെ ആയിരുന്നു. ചിട്ടി കമ്പനി ഒരു ചെട്ടിയാറുണ്ട്. ചെട്ടിയാറാണ് ആക്ച്വലി എന്ത് ചെയ്തിരുന്നത്, കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ദിവസം ചിട്ടി കമ്പനി പൊട്ടിപ്പോയി. അപ്പോൾ ആ സമയത്ത് ആൾക്കാർ ഈ പറയുന്നത് പോലെ തന്നെ കുറേ ആൾക്കാരെ അത് ബാധിച്ചു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ളൊരു ഹാം, ഒരു പേഴ്സൺസിന് കോമൺ ആയിട്ടൊരു ഹാം ഈ പറയുന്നത് സഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയിട്ട് കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരു പേഴ്സൺ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സിമിലർ ടു മൈ ക്ലാസ് അല്ലേ. Class action allows members or depositors of company to file an application with the tribunal if they believe the company affairs are being conducted in a manner prejudicial to their interest, harming their interest. Requisite members for companies with share capital at least 100 members. Okay, at least 100 members or at least 5% of the total number of the members. Okay. അതാണ് സംസാരിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ. ഓർ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 2%, മോർ ദാൻ 2%. ഓക്കെ. ഈ പറയുന്നത് പോലെ തന്നെ അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ എത്രയാണ്, 5% എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ക്ലാസ് ആക്ഷൻ സ്യൂട്ടിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഓക്കെ. സോ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ കമ്പനീസ് വിത്ത് ഷെയർ ക്യാപിറ്റലാണ് സംസാരിച്ചത്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് വിത്തൗട്ട് ഷെയർ ക്യാപിറ്റൽ അറ്റ്ലീസ്റ്റ് 1/5 ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ്. ഓക്കെ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. വിത്തൗട്ട് ഷെയർ ക്യാപിറ്റലിൽ സോ 1/5. ഓക്കെ. ഈ സിറ്റുവേഷനകത്ത് എപ്പോഴും സ്റ്റുഡൻസിന് ഡൗട്ടുള്ള 2 സെക്ഷനാണ്. ദാറ്റ് ഇസ് 241 എഴുതണോ 245 എഴുതണോ എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടോ? രണ്ട് തമ്മിൽ വളരെ തിൻ ലൈൻ ഓഫ് ഡിഫറൻസേ ഉള്ളൂ. എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ സ്പെഷ്യലി ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊവിഷൻ എഴുതുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, ആ പ്രൊവിഷൻ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡെപ്പോസിറ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൊവിഷൻ അല്ലേ ക്ലാസ് ആക്ഷൻ സ്യൂട്ടാണ് വരുന്നത്. ആൻഡ് ഓൾസോ കുറച്ച് കാര്യങ്ങൾ, അതായത് ചില കാര്യങ്ങൾ, അതായത് എന്താണെന്ന് വെച്ചാൽ റിലീസ് സോർട്ട് അണ്ടർ ക്ലാസ് ആക്ഷൻ ഒരു 7 പോയിന്റ് ഉണ്ട്. ഓക്കെ. ഈ പറയുന്നത് പോലെ തന്നെ 7 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ 7 പോയിന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും യൂസ് ചെയ്യേണ്ടത് ഏതാണ്, ക്ലാസ് ആക്ഷൻ സ്യൂട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യേണ്ടത്. ഡെപ്പോസിറ്റേഴ്സിൻ്റെ കേസിനകത്ത് അറ്റ്ലീസ്റ്റ് 100 ഡെപ്പോസിറ്റേഴ്സ് ഓർ അറ്റ്ലീസ്റ്റ് 5% ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഡെപ്പോസിറ്റേഴ്സ്, ടോട്ടൽ നമ്പർ ആണ്. ഓക്കെ. ഓർ ഡെപ്പോസിറ്റ് ടു ഹൂം കമ്പനി ഓസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 5% ഓഫ് ടോട്ടൽ ഡെപ്പോസിറ്റ്സ്. ഇപ്പം ഫോർ എക്സാമ്പിൾ 500 lakhs ആണ് എന്ത് ടോട്ടൽ ഡെപ്പോസിറ്റ്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് 100 lakhs 100 lakhsനേക്കാളും മുകളിൽ, അതായത് വാല്യൂ ഹോൾഡ് ചെയ്യുന്ന ഡെപ്പോസിറ്റേഴ്സ്, അവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, ക്ലാസ് ആക്ഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. മക്കളെ, റിലീസ് സോർട്ട് അണ്ടർ ക്ലാസ് ആക്ഷൻ എന്തൊക്കെയാണ്? റിലീസ് സോർട്ട് അണ്ടർ ക്ലാസ് ആക്ഷൻ. മെമ്പേഴ്സ് ഓർ ഡെപ്പോസിറ്റേഴ്സ് ക്യാൻ അപ്രോച്ച് ദ ട്രിബ്യൂണൽ ടു സീക്ക് ദ ഫോളോയിങ് ഓർഡേഴ്സ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റീസ്ട്രെയിൻ ദി കമ്പനി ഫ്രം അൾട്രാ വയേഴ്സ് ആക്ട്സ്. അൾട്രാ വയേഴ്സ് മീൻസ് എന്താ, നമ്മുടെ ഓൾറെഡി നമ്മുടെ ഒബ്ജക്ട് ക്ലോസ് ഉണ്ടാവും അല്ലേ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അത് എന്തുണ്ടാവും, ഒബ്ജക്ട് ക്ലോസ് ഉണ്ടായിരിക്കും. ഈ ഒബ്ജക്ട് ക്ലോസ് പ്രോസ്പെക്ടസിൽ കണ്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫണ്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അത് റോങ് അല്ലേ, റോങ് ആണ്. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, ഈ പറയുന്നത് പോലെ തന്നെ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാൻ സാധിക്കും. പ്രിവെൻറ്റിംഗ് എ ബ്രീച്ച് ഓഫ് ലീഗൽ പ്രൊവിഷൻസ് ഓഫ് വയലേഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് ഓർ എനി അതർ അപ്ലിക്കബിൾ ലോസ്. ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? ഷെയർ ഇല്ല. അപ്പോൾ ഷെയർ എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സിറ്റുവേഷൻസിൽ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് കൊടുക്കാൻ പറ്റും. ഡിക്ലയറിംഗ് എ മിസ്ലീഡിംഗ് റെസൊല്യൂഷൻസ് ആസ് വോഡ് ഇഫ് എ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ബൈ സപ്രസിംഗ് മെറ്റീരിയൽ ഫാക്ട്സ് ഓർ മിസ്റെപ്രസെൻറ്റേഷൻ. ഓക്കെ. ഈ പറയുന്നത് പോലെ തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ട്സ് അടിച്ചമർത്തി കൺസീൽ ചെയ്തിട്ടാണ് എന്ത് പാസ് ചെയ്തിട്ടുള്ളത്, റെസൊല്യൂഷൻസ് പാസ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ കേസിനകത്ത് ആ റെസൊല്യൂഷൻസ് എന്തായിട്ട് മാറും, വോയിഡ് ആയിട്ട് മാറും. ലൈക്ക് ചില കേസിനകത്ത് സ്പെഷ്യൽ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ പാസ് ചെയ്യേണ്ട സംഭവിക്കില്ലേ, രജിസ്റ്റേർഡ് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുക അല്ലേ, അതേപോലെ തന്നെ മറ്റ് ഈ പറയുന്നത് പോലെ തന്നെ ഓൾട്ടറേഷൻ ഓഫ് നെയിം ക്ലോസ്, ആ സിറ്റുവേഷൻ. ഓക്കെ. നെക്സ്റ്റ് എന്താ, റീസ്ട്രെയിൻ ദി കമ്പനി ആൻഡ് ഡയറക്ടേഴ്സ് ഫ്രം ആക്ടിംഗ് ഓൺ ആൻ ഇൻവാലിഡ് റെസൊല്യൂഷൻ. Okay, stopping the company from acting against members' resolution, preventing actions contrary to decisions passed by the shareholders. അതായത് ഷെയർ ഓൾറെഡി ഓർഡർ റെസൊല്യൂഷൻ വഴിയൊക്കെ പാസ് ചെയ്തൊരു കാര്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക, അത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ് ആക്ഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ. ക്ലെയിമിംഗ് ഡാമേജസ് ഓർ കോമ്പൻസേഷൻ ഫോർ ഫ്രോഡലൻറ്റ് ഓർ അൺലോഫുൾ ആക്ഷൻസ് ബൈ കമ്പനി ആൻഡ് ഡയറക്ടേഴ്സ്. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പ്രോസ്പെക്ടസിനകത്ത് മിസ്റ്റേറ്റ്മെൻറ്റ്സ്, നമ്മൾ സെക്ഷൻ നമ്പർ 34 and 35 ലയബിലിറ്റീസിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, സിവിൽ ക്രിമിനൽ ലയബിലിറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് പ്രോസ്പെക്ടസിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായി, മിസ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കേസിനകത്ത് കമ്പനി ആൻഡ് ഡയറക്ടേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് ആക്ഷൻ സ്യൂട്ട് യൂസ് ചെയ്യാം. ഓഡിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ഫോർ ഫ്രോഡലൻറ്റ് ഓർ മിസ്ലീഡിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ. ഓഡിറ്റർ എന്ത് ചെയ്തു, ഒപ്പീനിയൻ കൊടുത്ത സമയത്ത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ കൊടുത്തു. ഓക്കെ. എക്സ്പേർട്ട് ഓർ അഡ്വൈസേഴ്സ് ഓർ കൺസൾട്ടൻറ്റ് ഫോർ ഇൻകറക്റ്റ് ഓർ മിസ്ലീഡിംഗ് അഡ്വൈസ് ഓർ റിപ്പോർട്ട്സ്. പ്രോസ്പെക്ടസിൻ്റെ കേസിനകത്ത് തന്നെ എക്സ്പേർട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. ആൻഡ് അതിനകത്ത് ഈ പറയുന്ന എന്തെങ്കിലും മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ആക്ഷൻ സ്യൂട്ട് നടത്താം.
എനി അതർ റിലീഫ് ആസ് എ ട്രിബ്യൂണൽ കൺസിഡർ അപ്രോപ്രിയേറ്റ്. ട്രിബ്യൂണൽസ് അപ്പോൾ ഈ പറയുന്ന 7 പോയിന്റ്സ് ഉണ്ടെങ്കിൽ എന്താണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ടാണ്. ഡെപ്പോസിറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ടാണ്. സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ട് എന്താണ് പ്രിവെൻഷൻ ഓഫ് ഓപ്പറേഷൻ മിസ്മാനേജ്മെൻറ്റ് പ്രകാരമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ട്രിബ്യൂണൽസ് റോൾ ഇൻ ക്ലാസ് ആക്ഷൻ, പബ്ലിക് നോട്ടീസ് ടു ഓൾ മെമ്പേഴ്സ് ഓർ ഡെപ്പോസിറ്റേഴ്സ്. ട്രിബ്യൂണൽ എന്തു അയക്കും, പബ്ലിക് നോട്ടീസ് അയക്കും. കൺസോൾട്ടേഷൻ ഓഫ് സിമിലർ കേസസ് ഇൻ ടു വൺ, അതായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കോമൺ ഹാം അവിടെ കോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോമൺ ഹാം ഉള്ള ആൾക്കാരെ എല്ലാവരെയും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഒറ്റയടിക്ക് കൺസോൾട്ടേറ്റ് ചെയ്യും. അപ്പോയിൻമെൻറ്റ് ഓഫ് ലീഡ് അപ്ലിക്കൻ്റ്, ഒരു ലീഡറിനെ പോലെ ഫോർ കേസ് റെപ്രസെൻറ്റേഷൻ, പ്രതിനിധിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. എൻഷുറിങ് കേസ് കോസ്റ്റ് ആർ ബോൺ ബൈ ദി കമ്പനി ഓർ റെസ്പോൺസിബിൾ പാർട്ടീസ്, അതായത് ഇപ്പോൾ ഓഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഓഡിറ്ററുടെ ഭാഗത്ത് എന്തെങ്കിലും വന്നിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അയാൾ ബെയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കമ്പനി ബെയർ ചെയ്തിട്ടുള്ള കാര്യം ഉറപ്പുവരുത്തുക. പെനാൽറ്റീസ് ഫോർ നോൺ കംപ്ലൈൻസ്, കമ്പനി ഫൈൻ ഓഫ് ₹5 lakhs to 25 lakhs, ഓഫീസർ ഡിഫോൾട്ട് അപ് ടു 3 years ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ഫൈൻ ബിറ്റ്വീൻ 25,000 and 1 lakh. ഇത്രയാണ് ഫൈൻ. ക്ലാസ് ആക്ഷൻ സ്യൂട്ട് ഡസ് നോട്ട് അപ്ലൈ ടു ബാങ്കിങ് കമ്പനി. സോ വിത്ത് ദാറ്റ് 25 minutes നമ്മൾ എന്ത് ചെയ്തു, ഐ തിങ്ക് ഞാൻ ചെറിയ രീതിയിലൊരു എന്താ പറയുക ഒരു കിക്ക് സ്റ്റാർട്ട് തന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ കിക്ക് സ്റ്റാർട്ട് ഞാൻ 2 രീതിയിൽ വിചാരിച്ചു. മാരത്തൺ അത് ഇത് എയ്തർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വെച്ചിട്ട് മാത്രം ഡിസ്കസ് ചെയ്താലോ എന്നുള്ള രീതിയിൽ വിചാരിച്ചു. പക്ഷേ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഒരു മയോപ്പിക് വ്യൂ, നാരോ വ്യൂ മാത്രമേ അതിനകത്ത് തരൂ. ഓക്കെ, പക്ഷേ ഞാൻ വിചാരിച്ചു എല്ലാ പ്രൊവിഷൻസും കോൺസെപ്ച്വലായിട്ടൊന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്താൽ കുറച്ചും കൂടെ, അപ്പോൾ അതിനകത്ത് ഈ പറയുന്നത് കൂടുതലായിട്ടും ചോദിക്കാൻ കോൺസെപ്റ്റ്ലി ചോദിക്കാൻ സംഭവം എന്ന് പറയുന്നത് ലിമിറ്റ്സ് കറക്റ്റായിട്ട് പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ മറ്റേ വിത്ഡ്രോവൽ, അതായത് ക്ലാസ് ആക്ഷൻ സ്യൂട്ട് അപ്ലൈ ചെയ്ത് വിത്ഡ്രോവൽ അത് യാതൊരുവിധ രീതിയിലും എന്തായിട്ട് മാറില്ല, അപ്ലൈ ആവില്ല, അല്ലെങ്കിൽ അത് വാലിഡ് ആവില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി കറക്റ്റായിട്ട് വെക്കുക. ഏതൊക്കെ സിറ്റുവേഷൻസിനകത്താണ് പ്രിവെൻഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ്, ഏതൊക്കെ സിറ്റുവേഷനകത്താണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ക്ലാസ് ആക്ഷൻ സ്യൂട്ടിൻ്റെ റിലീഫ് ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, സോ അതൊക്കെയാണ് സംഭവം. സോ ഇറ്റ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ ഓൺ CMA ഫൈനൽ ലോ. CMA ഫൈനൽ ലോയിലത്തെ എൻ്റെ യൂട്യൂബ് ചാനലിലത്തെ ആദ്യത്തെ വീഡിയോ ആണ്. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ലിമിറ്റഡ് ടൈമിലാണ്. ഓക്കെ, പ്രത്യേകിച്ച് വേറെ ലാഗോ കാര്യങ്ങളോ ഒന്നും പെട്ടെന്ന് പരിപാടികൾ തീർക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു റെസ്പോൺസിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള ഏരിയാസും കൂടെ ഇൻക്ലൂഡിങ് നമ്മുടെ ബോർഡ് മീറ്റിംഗ്സ്, ഡയറക്ടേഴ്സ് അതൊക്കെ വരുന്നുണ്ട്, SME LODR വരുന്നുണ്ട്. സോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു സ്റ്റൈൽ തന്നെ പോരെ, ക്വസ്റ്റൻ ആൻസേഴ്സ് ഒന്നും വേണ്ടല്ലോ, ഈ സ്റ്റൈലിൽ തന്നെ കിക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയാൽ പോരെ എന്നുള്ള കാര്യം കൂടെ കമൻറ്റ് ചെയ്യുക. So that's it. It's Renjit Johari signing off for the first day. Thank you and have a nice day.